ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രമാണ്, ബേസിക് സയൻസ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇംഗ്ലീഷ് മീഡിയത്തിന് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 6 സെക്കൻഡ് ടേം എക്സാമിനേഷൻ്റെ മോഡൽ എക്സാം പ്ലേലിസ്റ്റിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവൈലബിൾ ആണ്. ഇത് 6ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം, അതായത് നിങ്ങളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹാഫ് ഇയർലി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ചോദ്യങ്ങളും അതിനുശേഷം ഉത്തരങ്ങളുമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം, പ്രവർത്തനം 1. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം എന്നീ 4 ഭാഗങ്ങളുമുള്ള പൂവ് ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. പൂർണ്ണമായ പൂവ്, ആൺപൂവ്, പെൺപൂവ്. ഇതിൽ ഏതാണെന്ന് മാത്രം നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി. 1 മാർക്കാണ് കേട്ടോ. മാർക്ക് നിങ്ങൾ നോക്കണ്ട, എല്ലാം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് അതിൽ ബി ക്വസ്റ്റ്യൻ ആണ്. പൂവിൻ്റെ പ്രധാന ഭാഗങ്ങളും ധർമ്മങ്ങളും ഭാഗികമായി താഴെ നൽകുന്നു. പട്ടിക പൂർത്തിയാക്കുക. ഭാഗങ്ങൾ പെഡിസൽ, മലയാളത്തിൽ എഴുതിയപ്പോൾ വന്നതാണ്, പെഡിസലാണ്. കാലിക്സ്, ഗൈനീഷ്യം. ധർമ്മങ്ങൾ പെഡിസലിൻ്റെ എഴുതണം, കാലിക്സിൻ്റെ എഴുതണം, ഗൈനീഷ്യം എഴുതണം. ഇവിടെ ഒരു ഡാഷ് ഉണ്ട്, ഇത് ഫില്ല് ചെയ്യണം കേട്ടോ. ഗൈനീഷ്യത്തിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ്, പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗം നിങ്ങൾ എഴുതണം. പ്രവർത്തനം 2. പൂമ്പൊടി ഒരു പൂവിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ആന്തർ, ഓവറി, സ്റ്റിഗ്മ, സ്റ്റൈൽ. ഓക്കെ. ആൺപൂവും പെൺപൂവും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കുക. സി ക്വസ്റ്റ്യൻ, ഏകലിംഗ പുഷ്പങ്ങളും ദ്വിലിംഗ പുഷ്പങ്ങളും എന്തൊക്കെയാണ്? ഉദാഹരണങ്ങൾ നൽകുക. പ്രവർത്തനം 3. താഴെ പറയുന്ന പൂക്കളിൽ ഏതിലാണ് ഒന്നിലധികം ഓവറി കാണപ്പെടുന്നത്? മാങ്ങ, പാവയ്ക്ക, വെണ്ടയ്ക്ക, കസ്റ്റാർഡ് ആപ്പിൾ. ഇതിൽ ഏതിലാണ് ഒന്നിലധികം ഓവറി ഉണ്ടായിരിക്കുക എന്ന് എഴുതുക. അടുത്ത ചോദ്യമാണ്, അതിൽ തന്നെ വരുന്ന ചോദ്യമാണ്. താഴെ പറയുന്ന ഫലങ്ങളെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. മാമ്പഴം, പൈനാപ്പിൾ, പപ്പായ, സീതപ്പഴം, കശുമാങ്ങ, സ്ട്രോബെറി, പേരയ്ക്ക, റോസ് ആപ്പിൾ, പോളിയാൽത്തിയ, ആപ്പിൾ, ബ്രെഡ് ഫ്രൂട്ട്. പട്ടിക ആക്കണം കേട്ടോ അത്. പ്രവർത്തനം 4. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഹൈഡ്രജൻ. ഏതാണെന്ന് എടുത്തെഴുതിയാൽ മതിയാകും. ബി ശ്വാസോച്ഛ്വാസമാണ്. പ്രകാശ സംശ്ലേഷണത്തിനും ഉപയോഗിക്കുന്ന വായുവിൻ്റെ ഘടകങ്ങൾ ഏവ? രണ്ടിനും, ശ്വാസോച്ഛ്വാസത്തിനും പ്രകാശ സംശ്ലേഷണത്തിനും ഉപയോഗിക്കുന്നത് കേട്ടോ. സി പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? പ്രവർത്തനം 5. തന്മാത്രകൾ ഏറ്റവും അടുത്തായി കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏത്? ഓപ്ഷൻ ഉണ്ട്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ബി വാതകങ്ങൾക്കും ദ്രാവകങ്ങൾക്കും എന്തുകൊണ്ടാണ് നിശ്ചിത ആകൃതി ഇല്ലാത്തത്? 5 ബി ക്വസ്റ്റ്യൻ, മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കാൻ കാന്തം ഉപയോഗിക്കാം അല്ലെ? ഫിൽട്ടറിങ്, അതിന് പറയുന്ന പേര് ഫിൽട്ടറിങ് ആണോ? കാന്തം, കാറ്റ്, ഓയിൽ, എന്താണ് ആ ഒരു ഇതിനെ പറയുന്ന പേരെന്നാണ് കേട്ടോ. ചോദ്യം, തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്ന പ്രക്രിയ. അടുത്ത ചോദ്യം, വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രകൃതിദത്ത പാനീയം തയ്യാറാക്കുന്ന രീതി വിശദീകരിക്കുക. പ്രവർത്തനം 6A ചോദ്യം, ഏകകോശ ജീവികൾ എന്നാൽ എന്താണ്? എന്തുകൊണ്ടാണ് അവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്? പ്രവർത്തനം 6B ചോദ്യം, താഴെ പറയുന്നവയിൽ ബഹുകോശ ജീവി ഏതാണ്? അട്ട, അമീബ, പാരമീസിയം, യൂക്ലിന. ഇതിൽ ഏതാണ് ബഹുകോശ ജീവി എന്നാണ് ചോദ്യം. ഇതിൽ തന്നെ വരുന്ന അടുത്ത ചോദ്യമാണ്, ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത ആൻസർ കീയിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ആൻസർ കീ നോക്കാം. പ്രവർത്തനം 1, പൂർണ്ണമായ പൂവ് എന്നതാണ് ആൻസർ. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഉണ്ടെങ്കിൽ എന്താണ് പൂർണ്ണമായ പൂവ്? ബി ക്വസ്റ്റ്യൻ ആൻസർ, പെഡിസൽ പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്നു. കാലിക്സ് പൂമുട്ടിനെ സംരക്ഷിക്കുന്നു. ഗൈനീഷ്യം പെൺപൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗം. ആൻഡ്രീഷ്യം പൂവിലെ ആൺ പ്രത്യുൽപാദന ഭാഗം. ഇനി പ്രവർത്തനം 2, അതിൽ ഉത്തരം വരുന്ന ആന്തറാണ്. പൂമ്പൊടി ഒരു പൂവിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ആന്തറിലാണ് കാണുക. ആൺപൂവും പെൺപൂവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ആൺപൂവിൽ ആൻഡ്രീഷ്യം, കേസരങ്ങളാണ് കേട്ടോ. കേസരങ്ങൾ മാത്രമായിരിക്കും പ്രധാന പ്രത്യുൽപാദന ഭാഗം. പെൺപൂവിൽ ഗൈനീഷ്യം, ജനിപുടം മാത്രമായിരിക്കും പ്രധാന പ്രത്യുൽപാദന ഭാഗം.
സി ഏകലിംഗ പുഷ്പങ്ങളും ദ്വിലിംഗ പുഷ്പങ്ങളുമാണ്. യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകലിംഗ പുഷ്പങ്ങൾ ആൺപൂവോ പെൺപൂവോ മാത്രമായി കാണുന്നവയാണ്. മത്തൻ, വെള്ളരി, പപ്പായൊക്കെ. ദ്വിലിംഗ പുഷ്പങ്ങൾ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒരു പൂവിൽ തന്നെ കാണുന്നവ. ജനിപുടവും കേസരപുടവും കേട്ടോ. അപ്പോൾ അത് ഈ ആൻഡ്രീഷ്യം ഗൈനീഷ്യം കണ്ട് നിങ്ങൾ ഇംഗ്ലീഷാണെന്ന് പറയേണ്ട, അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വന്നതാണ്. ജനിപുടവും കേസരപുടവും കേട്ടോ. ജനിപുടം, കേസരപുടം. ഓക്കെ. ചെമ്പരത്തി, റോസ്, മാങ്ങ. അപ്പോൾ ഇതിൽ ഒരു മിനിറ്റ്, നിങ്ങൾക്ക് അവിടെ ഒരു ഡൗട്ട് വരണ്ട, അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. ഇവിടെ നിങ്ങൾ കേസരപുടം എന്ന് മാറ്റിക്കോളൂ. ജനിപുടം. ഓക്കെ. ഈ ആൻഡ്രീഷ്യം ഗൈനീഷ്യത്തിൻ്റെ അവിടെ കേസരപുടവും ജനിപുടവും ആണ് തരിക. അപ്പം അത് നിങ്ങൾ ഇംഗ്ലീഷിൽ കണ്ടിട്ട് നിങ്ങളത് തെറ്റാണെന്ന് കരുതണ്ട, അത് തന്നെയാണ് കേട്ടോ ഇതും. ഇനി നമുക്ക് പറയാനുള്ളത് പ്രവർത്തനം 3 താഴെ പറയുന്ന പൂക്കളിൽ ഏതിലാണ് ഒന്നിലധികം ഓവറി ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. കസ്റ്റാർഡ് ആപ്പിൾ ആണ് ആൻസർ. സീതപ്പഴം. ബി മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ആണ്. എന്താണെന്ന് നോക്കാം. ഒരു ഒറ്റ പൂങ്കുലയിലെ എല്ലാ പൂക്കളിൽ നിന്നും വികസിക്കുന്ന പഴങ്ങളാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. ഉദാഹരണം പൈനാപ്പിൾ, ചക്ക, ബ്രെഡ് ഫ്രൂട്ടൊക്കെ വരും. അടുത്തത് നമുക്ക് പട്ടിക തരംതിരിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ 4 തരംതിരിക്കണം, 4ആയിട്ട്. ലളിതമായ ഫലം, അഗ്രിഗേറ്റ് ഫലം, മൾട്ടിപ്പിൾ ഫലം, കപടഫലം. അപ്പോൾ അതിൽ തന്നെ ലളിതമായിട്ട് വരുന്നത് മാമ്പഴം, പപ്പായ, പേരയ്ക്ക, റോസ്, ആപ്പിൾ. സീതപ്പഴം, സ്ട്രോബെറി, പോളിയാൽത്തിയ ഫലമാണ് അഗ്രിഗേറ്റിൽ വരിക. പൈനാപ്പിൾ, ബ്രെഡ് ഫ്രൂട്ടൊക്കെ മൾട്ടിപ്പിളിൽ വരും. കപടഫലമാണ് കശുമാങ്ങ, ആപ്പിളൊക്കെ. ഇനി നമുക്ക് പ്രവർത്തനം 4. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. ശ്വാസോച്ഛ്വാസത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. ഓക്കെ. അടുത്തത് പ്ലാസ്റ്റിക് മാലിന്യം എൻ്റെ പ്രത്യേകത നോക്കാം. വിഷവാതകങ്ങൾ പുറത്തു വന്ന് വായു മലിനീകരണം ഉണ്ടാക്കുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിസ്ഥിതി നാശത്തിനും കാരണമാകുന്നു. ഇനി പ്രവർത്തനം 5ൻ്റെ ഉത്തരമാണ്. തന്മാത്രകൾ ഏറ്റവും അടുത്തടുത്തായിട്ട് കാണപ്പെടുന്ന അവസ്ഥ ഖരാവസ്ഥയിലാണ്. വാതകങ്ങൾക്കും ദ്രാവകങ്ങൾക്കും എന്തുകൊണ്ടാണ് നിശ്ചിത ആകൃതി ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകൾ തമ്മിൽ അകലം കൂടുതലാണ്. തന്മാത്രകൾക്ക് സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അവയ്ക്ക് നിശ്ചിത ആകൃതി ഇല്ലാത്തതും. അത് ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിൻ്റെ ആകൃതി സ്വീകരിക്കുന്നതും. ഇനി പ്രവർത്തനം 5B മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കാൻ കാന്തം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പം അതിൽ ആൻസർ കാന്തം തന്നെയാണ് വരിക. നെക്സ്റ്റ് വരുന്നത് തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് തൈര് കടഞ്ഞെടുക്കുക. അതിന് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന തത്വമാണ് ഇവിടെ ഉപയോഗിക്കുക. പിന്നെ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നതിൻ്റെയാണ് ഇവിടെ പറയുന്നത്. നാരങ്ങ, വെള്ളം, പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ്. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് പഞ്ചസാരയും ഉപ്പും ചേർത്ത് ഇളക്കുക. തയ്യാറായി അല്ല, അത്രയേ ഉള്ളൂ. പ്രവർത്തനം 6A എന്ന് പറയുന്നത് ഏകകോശ ജീവികൾ. ഒറ്റ കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. അവയുടെ വലിപ്പം വളരെ ചെറുതായതുകൊണ്ടാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്. പ്രവർത്തനം 6Bയുടെ ഉത്തരം അട്ടയാണ് ബഹുകോശ ജീവി. ബഹുകോശ ജീവികളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പോഷണം, ശ്വസനം, വിസർജനം, ചലനം, വളർച്ച, പ്രത്യുൽപാദനം, ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതെന്ന് വെച്ചാൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കുക. ആ ഭാഗം ഒന്നുകൂടി നന്നായി പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇത് തന്നെ വരണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മൾ ഏകദേശം എല്ലാം തന്നെ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. പക്ഷേ എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം കുറച്ചുകൂടി നന്നായി ഫോക്കസ് ചെയ്തിട്ട് പോവുക. എല്ലാം നന്നായി പഠിച്ചിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.